ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. മധുവിധു മൂവി അങ്ങനെ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് മൂവി കണ്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വിഷ്ണു അരവിന്ദ് എന്ന് പറയുന്ന ആളാണ്. പടം റൈറ്റ് ചെയ്തേക്കുന്നത് ബിപിൻ മോഹൻ ആൻഡ് ജയ് വിഷ്ണു എന്ന് പറയുന്ന ആൾക്കാരാണ്. സോ കാസ്റ്റിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ മെയിൻ ലീഡ് റോൾ ചെയ്തേക്കുന്നത് ഷറഫുദ്ദീൻ ആണ്. പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, അസീസ് ഉണ്ട്, സായ് കുമാർ ഉണ്ട്, പിന്നെ അതുപോലെ ബിന്ദു പണിക്കറുടെയും സായ് കുമാറിന്റെ മകളായിട്ടുള്ള കല്യാണി പണിക്കർ ഈ മൂവിയിലെ ഹീറോയിനാണ്. പിന്നെ അതുപോലെ ബിന്ദു പണിക്കർ ചെറിയൊരു ക്യാമിയോ റോളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ ലോട്ട്സ് ഓഫ് കുറച്ചധികം ആൾക്കാരെല്ലാം കൂടെ അഭിനയിക്കുന്ന ഒരു കുഞ്ഞു പടമാണ്. സോ അപ്പോൾ കമ്മിങ് ടു ദ മൂവി, ഇത് ആക്ച്വലി ഒരു ഫാമിലി ഡ്രാമ കോമഡി മൂവിയാണ്. കുറച്ചധികം റൊമാൻസും കാര്യങ്ങളൊക്കെ കൂടെ ഉൾപ്പെട്ട ഒരു കുഞ്ഞു പടം. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, രസമുണ്ട്, ഒരു വൺ ടൈം വാച്ചബിൾ സാധനം. അങ്ങനെ വേണം പറയാൻ. ഭയങ്കര വലിയ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലൊട്ട് വലിയ ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. സോ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 10 പേര്, 13 പേര് കൂട്ടിക്കോ, 13 പേരായിരുന്നു മാക്സിമം ഈ പടം കാണാത്തുള്ളത്. സോ എല്ലാവർക്കും അത്യാവശ്യം ചിരിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ കോമഡികളും കാര്യങ്ങളും ഒക്കെ. ദ മെയിൻ തിങ് ഈസ്, ഈ പടത്തിനകത്ത് അൺമാരിഡ് ആയിട്ടുള്ള ഒരാള്, സോ പുള്ളിക്ക് ഒരു കല്യാണം നടക്കണം. അതിനകത്ത് വരുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ മെയിൻ തിങ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം നടക്കാതിരിക്കുമ്പം ആർക്കും കല്യാണം നടക്കുന്നില്ല. പക്ഷെ കല്യാണം നടക്കുമ്പോൾ ചറവറ കല്യാണമാണ്. പിന്നെ അതുപോലെ ഒരിടത്ത് കല്യാണം മുടങ്ങും, ഒരിടത്ത് കല്യാണം നടക്കും, ഒരിടത്ത് കല്യാണം മുടങ്ങും, ഒരിടത്ത് കല്യാണം നടക്കും. അത് ഈ സെയിം ആൾക്കാർക്കൊക്കെ തന്നെയാണേ. സോ അങ്ങനെ കല്യാണം മുടങ്ങുന്നു, കല്യാണം നടക്കുന്നു, കല്യാണം നടക്കുന്നു, കല്യാണം മുടങ്ങുന്നു, കല്യാണം നടന്നു കഴിയുമ്പോൾ അവിടെ അടിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മുടെ കല്യാണരാമൻ മൂവിക്കകത്തെ കൂട്ട് ഒരു ചെറിയ ശാപമുള്ള ഒരു ഫാമിലി, അതായത് നമ്മുടെ ദിലീപ് ഏട്ടൻ്റെയും നമ്മുടെ ലാലിൻ്റെയൊക്കെ ഉള്ള ഒരു ഫാമിലി ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ വാഴത്തില്ല എന്ന് പറയുന്ന ഒരു ഫാമിലി. അതുപോലൊരു ഫാമിലിയാണ് ഇതിനകത്ത് കാണുന്നത്, ഷറഫുദ്ദീൻ്റെ ഫാമിലി. അച്ഛനായിട്ട് വരുന്നത് ജഗദീഷ് ഏട്ടനാണ്. ഇവരുടെ ലൈഫിൽ എന്താ പറയുക, ചില ആൾക്കാർക്ക് കല്യാണം നടന്നു, അവരുടെ വൈഫ് ആരും ഇപ്പോൾ കൂടില്ല, ചിലർക്ക് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബാച്ചിലേഴ്സിൻ്റെ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. ദെൻ ഇവരുടെ ലൈഫിലേക്ക് കുറച്ചധികം പെണ്ണുങ്ങൾ വരുന്നതും, അല്ലെങ്കിൽ ഇവരുടെ കല്യാണം നടക്കുന്നുണ്ടോ നടക്കുന്നില്ലയോ എന്നൊക്കെ ഉള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നൊരു പടമാണ്. കൊള്ളാം, രസമുണ്ട്, ചുമ്മാതിങ്ങനെ കാണാം, ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ പടം ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ചില ഇടങ്ങളിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡ്രോബാക്ക് വന്ന് പിന്നൊന്ന് പടം കയറി പിന്നെയും ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഹീറോയിൻ കല്യാണി പണിക്കർ. ഞാനത് ഇപ്പോഴാണ് നമ്മുടെ IMDbക്കകത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ബിന്ദു പണിക്കറുടെയും സായ്കുമാറിൻ്റെയും മകളാണ് എന്നുള്ളത് മനസ്സിലായത്. അച്ഛനായിട്ട് തന്നെയാണ് ഇതിനകത്ത് സായ്കുമാർ വരുന്നത്, ഹീറോയിൻ്റെ. കൊള്ളാം, രസമുണ്ട്. പക്ഷേ ചുമ്മാ നിങ്ങൾക്ക് കാണാം, വലിയ കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഒരു ടൈം പാസ് മൂവി ആയിട്ട് കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് സുഹൃത്തുക്കളെ. സോ താല്പര്യമുള്ളവർ പോയി കാണുക. സോ ഇതിനകത്ത് ഏറ്റവും വിറ്റും ഞാൻ ശരിക്കും ഞെട്ടിയത്, ഇതിനകത്ത് ജഗദീഷ് ഏട്ടൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിലാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. എനിക്കത് ഇപ്പോഴും കൺഫ്യൂഷനാണ്, അത് എങ്ങനെ സെറ്റായി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതിന് ചെറിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഒരു പറയുന്നില്ല, ഐ മീൻ കാണിക്കുന്നില്ല. ബട്ട് എന്നാലും ചെറുതായിട്ട് അവരുടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിവേ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് മധുവിധു എന്ന് പറഞ്ഞ മൂവി തോന്നിയത്. സോ നിങ്ങൾക്ക് ഷറഫുദ്ദീൻ്റെ ഒരു പടം കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റൊമാൻസ് ഡ്രാമ കോമഡി മൂവി നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി മധുവിധു. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.